You are watching TV Next. ഞങ്ങളുടെ കോവളം നിയോജക മണ്ഡലം എന്ന് മാത്രമല്ല കേരളമൊട്ടാകെ BJP NDA സർക്കാർ ഭരണത്തിലെത്തും. അതായത് സ്ഥാനാർത്ഥികളിൽ 90% എബവ് ആൾക്കാരും വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നും നമ്മുടെ ഒരു സർക്കാർ കേരളം ഭരിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കേന്ദ്രത്തിൽ നിന്നുള്ള വികസന പദ്ധതികൾ ഒരു തടസ്സവുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രവർത്തകരുടെ പൂർണ്ണമായ വിശ്വാസം. നമുക്കെല്ലാവർക്കും അറിയാം, വിഴിഞ്ഞം തുറമുഖം നമ്മുടെ ഇപ്പോഴത്തെ MLA, കോൺഗ്രസിൻ്റെ MLA പേരെടുത്ത് പറയുന്നില്ല, സുപരിചിതനാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കല്യാണങ്ങൾക്കും മരണങ്ങൾക്കും ഒരു മരണ വീട്ടിൽ 3 പ്രാവശ്യം കല്യാണത്തിന് ഏതൊക്കെ സമയങ്ങളിൽ എത്താൻ പറ്റുമോ അതെല്ലാം തന്നെ എത്തിക്കൊണ്ട് അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന ആ സമയത്ത് തീരദേശ മേഖല നമുക്ക് എല്ലാവർക്കും അറിയാം, വികസനത്തിന് ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖല, ടൂറിസം ഏറ്റവും നിർണായകമായി നിൽക്കുന്ന ഒരു മേഖലയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഭാഗം. അവിടെ വികസന പദ്ധതികൾ എത്തുന്ന സമയത്ത് അവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ, അതായത് അന്നന്നത്തെ അന്നം കൊണ്ട് ജീവിക്കുന്ന ആ ആൾക്കാരെ പിടിച്ചെടുത്തുകൊണ്ട് ഈ വികസന പദ്ധതിക്ക് എതിരെ പ്രവർത്തിച്ച ഒരു MLA ആണ് ഇപ്പോൾ ഉള്ളത്. ഈ MLA നമ്മുടെ കോവളം നിയോജക മണ്ഡലം കംപ്ലീറ്റ്ലി മടുത്തിരിക്കുകയാണ്. ഈ മടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഏറ്റവും ജനകീയനായ ജനസമ്മതനായ കോവളം നിയോജക മണ്ഡലത്തിൽ നിന്നല്ല മറ്റു പ്രദേശവാസികൾക്കും വളരെ സുപരിചിതനായ TN സുരേഷ് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിരിക്കുന്നത്. അത് നമുക്കൊരു ഭാഗ്യമാണ്. നമുക്ക് ഏറ്റവും പരിചിതനായ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ളൊരു കാര്യമാണ്. വളരെ ലേറ്റായിട്ടാണ് നമുക്ക് കിട്ടിയതെങ്കിൽ പോലും ഏറ്റവും താഴെത്തട്ടിൽ നിന്ന്, അതായത് ബൂത്ത് അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ ഏറ്റവും മുകളിൽ തട്ട് വരെ കേന്ദ്രത്തിൽ നിന്നുള്ള ആൾക്കാർ വരെ വന്നിട്ട് നമ്മുടെ പ്രചരണ പരിപാടിയുമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. ഈ വളരെ മുകളിലുള്ള ആൾക്കാർ എത്തുമ്പോൾ നമ്മൾ താഴെത്തട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രചരണത്തിൻ്റെ ഭാഗത്തുള്ള ഉന്മേഷവും ഉത്സാഹവും വളരെ കൂടുതലാണ്. അത് നമ്മുടെ ഓരോ പ്രദേശങ്ങളിലും കാണാൻ പറ്റും. നിങ്ങൾ മീഡിയക്കാരെന്നല്ല ആര് തന്നെ, ഏത് പ്രവർത്തകർ തന്നെ, ഏത് രാഷ്ട്രീയ മേഖലയിലുള്ളവർ പോയി നോക്കിയാലും BJPയുടെ പ്രവർത്തനം എത്രത്തോളം മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ പറയാതെ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും. മാറ്റം അത്യാവശ്യമാണ്. കാരണം നമ്മുടെ LDF എല്ലാം പഠിച്ച് അതെല്ലാം അതിൻ്റെ പ്രവർത്തന ഫലങ്ങളെല്ലാം ജനങ്ങൾ കണ്ട് മടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ NDA സഖ്യം തന്നെ വന്ന് നമുക്ക് അതിൻ്റെ ഒരു പ്രധാന മുഖ്യമന്ത്രി തന്നെ വരണമെന്നാണ് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. പിന്നെ പറയുന്ന പോലെ നമ്മുടെ TN സുരേഷ് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കഴിഞ്ഞ വർഷം കൃത്യത്തിനേക്കാളും കൂടുതലൊരു വിജയം നമ്മൾ അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രവുമല്ല, നമ്മുടെ കേന്ദ്ര പദ്ധതികൾ, ഒരുപാട് കേന്ദ്ര പദ്ധതികളുണ്ട്. അതെല്ലാം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അത് ജനങ്ങളിലോട്ട് എത്തിക്കുന്നില്ല. വരുന്ന പദ്ധതികൾ പോലും തന്നെ അവർ ഫണ്ടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ പദ്ധതികളെല്ലാം തന്നെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും ഒരു ലക്ഷ്യം. പിന്നെ യുവജനങ്ങളായ ഒരു വിദ്യാഭ്യാസം നേടിയ ഒരുപാട് യുവജനങ്ങളുണ്ട്. അവർക്കൊന്നും തൊഴിലില്ലാതെ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മന്ത്രി വന്നാൽ, നമ്മുടെ പാർട്ടി ഭരണത്തിൽ വന്നാൽ യുവജനങ്ങൾക്കെല്ലാം ഒരു പ്രതീക്ഷയായിട്ടാണ് ഇരിക്കുന്നത്. അവർക്കെല്ലാം ഒരു തൊഴിൽ നേടാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാ യുവജനങ്ങളും ഇരിക്കുന്നത്. അതുപോലെ ജനങ്ങൾക്കും ഒരുപാട് മാറ്റമുണ്ട്. അതുകൊണ്ട് നമുക്ക് വോട്ടായി തന്നെ ആ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് കരുതുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.